You show up thirsty, staring at me like I can do something for you. Hello friends, Counting Cars മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു സൂപ്പർ പെട്ട വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. GT നമുക്ക് എല്ലാവർക്കും അറിയാം. GT ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോളോ GT TSI എന്നുള്ള വാക്കായിരിക്കും. അല്ലെങ്കിൽ ആ വാഹനത്തിനായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ഓർക്കണം. അപ്പോൾ ആ ഒരു സെയിം വാഹനം തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഈ വാഹനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ ബോഡി ക്വാളിറ്റി. അത് കൂടാതെ തന്നെ 1.5 ലക്ഷം രൂപയുടെ ഓൺലൈൻ കിറ്റും കാര്യങ്ങളൊക്കെ ഏറ്റിയേക്കണം കിട്ടുന്ന വാഹനമാണ്. ആ വാഹനത്തിൽ ചെറിയൊരു റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് ഈ വാഹനമായിരിക്കും ഫുള്ള്. അത്രയ്ക്ക് സൂപ്പർ ക്വാളിറ്റി വാഹനമാണ്. ഞാൻ ചെയ്തേക്കണതിൽ ഒരുപാട് നല്ല വാഹനങ്ങളുണ്ടെങ്കിലും ഈ വാഹനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വാഹനമാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനൊക്കെ മുമ്പ് തന്നെ എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്ത് ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ വാഹനം, ഇതിൻ്റെ പെർഫോമൻസ് കാര്യം എങ്ങനെയുണ്ടെന്ന് ജസ്റ്റും ചോദിച്ചേക്കാം. ബ്രോ ഒന്ന് പറഞ്ഞേ, എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി ഇപ്പോൾ TSI DSG ഒന്നും പറയാനില്ല. ജസ്റ്റ് ലൈക്ക് ആൻ ഇലക്ട്രിക് കാർ. കാല് കൊടുക്കുമ്പോൾ ഇങ്ങനെ RP ഒക്കെ ചുമ്മാ കയറി പോകണം. ഇപ്പം തന്നെ കണ്ടില്ല വണ്ടി എന്ത് സ്പീഡിലാണ് പോകണമെന്നുള്ളത് മീറ്ററിൽ നോക്കി അറിയാം. നമ്മളിവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മെയിനായിട്ട് വണ്ടിയുടെ ഇതിന്റെ പ്രത്യേകിച്ച് എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോളാണ്. ഒരു ഇത്ര സ്പീഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വണ്ടിയുടെ ഒരു വീൽ ബേസ് ഒന്നും കയ്യിൽ നിന്നൊന്നും ചെറുതായിട്ട് പോലും അനങ്ങത്തില്ല. അതന്നെയാണ്. പിന്നെ ഈ ഫ്രണ്ടിൽ പോണത് ഈ വാഹനത്തിന് നമുക്കൊരു ഒന്നും വെടി കൊടുക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് ഈ ഒരു വാഹനം. ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ നോക്കി വാഹനത്തിൻ്റെ റിവ്യൂയിലേക്ക് പോയേക്കാം. അപ്പോൾ ഡ്രൈവ് കഴിഞ്ഞു, നേരെ വാഹനം ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ വാഹനത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഭംഗിയാണ് കേട്ടോ. എടുത്ത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ്. ഞാൻ സാധാരണ വാഹനങ്ങളൊന്നും അങ്ങനെ എടുത്ത് പറയാറില്ല. ഈ വാഹനം അത്രയ്ക്ക് ലുക്കാണ് കാണാനായിട്ട്. 1.5 ലക്ഷം രൂപ അറൗണ്ട് ഇതിന് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് R-ലൈൻ്റെ ഒറിജിനൽ ബമ്പേഴ്സും R-ലൈൻ്റെ ഒറിജിനൽ ഹെഡ് ലാംപ്സും കാര്യങ്ങളും കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റ്സ് നമ്മൾ Volkswagen Passat എന്ന് പറഞ്ഞ വാഹനം നിങ്ങൾക്കറിയാം. ആ വാഹനത്തിൽ വന്നേക്കുന്ന സെയിം സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചത്. അത് എക്സ്ട്രാ ആയിട്ട് ചെയ്തേക്കണം. അറൗണ്ട് 40,000 പ്ലസ് റേറ്റ് ആ സീറ്റ്സിന് മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോയേക്കാം. ഇവിടെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 2014 ഡിസംബർ 31 പുറത്തേക്ക് വന്ന വാഹനമാണ്. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി ഒന്ന് ശ്രദ്ധിക്കുക. ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ബോഡി ക്വാളിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എടുത്ത് പറയേണ്ടത്, സൈഡിൽ നോക്കുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ അലോയ്സും ആ ടയർ പ്രൊഫൈലാണ്. അതുകൂടാതെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഒരുപാട് കാണിക്കുക. എൻ്റെ പയനിയറിൻ്റെ ഒറിജിനൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒറിജിനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം അത് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ബോഡി ക്വാളിറ്റി ഒക്കെ എക്സ്റ്റീരിയറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോഡി ക്വാളിറ്റി ശ്രദ്ധിക്കണം, നല്ല ഭംഗിയിൽ നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്ന ബോഡി ക്വാളിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഫ്രണ്ട് നോക്കാം. ഫ്രണ്ടിൽ നമ്മൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ 2 ഹെഡ് ലാംപ്സ് നോക്കാം. എന്താ ഭംഗി നോക്കാം നിങ്ങൾ. R-ലൈൻ്റെ ഒറിജിനൽ ഹെഡ് ലാംപ്സ് കണ്ടോ. പിന്നെ ടയർ നോക്കാം. ടയർ ഒരു 1.5 ടയറാണ്. 215/40/17 ഇഞ്ചിൽ വന്നേക്കുന്ന ടയേഴ്സ്. അതുകൂടാതെ തന്നെ ഭംഗിയുള്ള അലോയ് വീൽസ് നോക്കാം. എന്താ ഭംഗി നോക്ക്, കിട്ടുക്കാൻ ഒന്നും പറയാനില്ല. അതുപോലെ വീലേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഹെഡ് ലാംപ്സ് ശ്രദ്ധിക്കണം. ഹെഡ് ലാംപ്സ് ആണ് ഈ വാഹനത്തിൻ്റെ ഭംഗി, ഒന്നും പറയാനില്ല. അതേപോലെ എയർ ഡാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ ഡാമൊക്കെ കിട്ടുക്കാൻ. അപ്പോൾ ഈ സൈഡ് നോക്കാം. ഈ സൈഡും യാതൊരു സ്ക്രാച്ചില്ല. ടയർ 75 to 80% ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ്സ് ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. സൈഡ് പ്രൊഫൈൽ നോക്കാം. 2 ഡോറും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഡോർസ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ്. ഇവിടെ വേറൊരു സാധനം എടുത്ത് കാണിക്കാനുണ്ട്. ലോവർ ലിപ്പ് നോക്കാം. ലോവർ ലിപ്പ് എന്ന് പറഞ്ഞാൽ സൈഡ് ലിപ്പ് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് ഗാർഡ് വെച്ചേണ്ട ഫീൽ നമുക്ക് വാഹനത്തിൽ റണ്ണിങ്ങിൽ കിട്ടും. അതൊക്കെ എടുത്തു വരേണ്ട കാര്യങ്ങളാണ്. വേറെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടയേഴ്സ് ഇവിടെ 75 to 80% ടയേഴ്സ്. ഫ്രണ്ടിൽ അതേ ഗ്രിപ്പാൻ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അലോയ്സ് നോക്കാം. അലോയ്സും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ബാക്ക് ആൻഡ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ സ്പോയിലർ, ബ്ലാക്ക് ഔട്ട് ചെയ്ത സ്പോയിലർ. അതുകൂടാതെ തന്നെ ഡിഫോഗേഴ്സ്, റിയർ വൈപ്പർ, GTയുടെ ആ ഒരു ബാഡ്ജിങ്, Volkswagenൻ്റെ ലോഗോ, TSIയുടെ ബാഡ്ജിങ്, ഇതൊക്കെ നമുക്കിവിടെ ബാക്ക് സൈഡിൽ കിട്ടുന്നുണ്ട്. അത് നീറ്റായിട്ട് വെച്ചിരിക്കുന്നു. യാതൊരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. റൈറ്റ് സൈഡ് പ്രൊഫൈൽ നോക്കാം. റൈറ്റ് സൈഡ് പ്രൊഫൈലും യാതൊരു സ്ക്രാച്ചില്ലാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന റൈറ്റ് സൈഡ് പ്രൊഫൈൽസ്. ഇനി നമുക്കൊന്ന് ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഫുൾ ബ്ലാക്കിൽ വന്നേക്കണം ഡോർ പാഡ്സ് ആണ്. ഇവിടെ നമുക്ക് പവർ വിൻഡോസ്, ORVM കൺട്രോൾസ്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റേർഡായിട്ട് വന്നേക്കണം ഹാർഡ് പ്ലാസ്റ്റിക്കിൽ വന്നേക്കണം Volkswagenൻ്റെ പോളോ. ഇനി മിഡിൽ നോക്കാം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പയനിയറിൻ്റെ ഒറിജിനൽ എക്സ്പെൻസീവ്, ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റമാണ് ഇരിക്കുന്നത്. ഫുള്ളി ടച്ച് സ്ക്രീനാണ്. ഈ മ്യൂസിക് സിസ്റ്റത്തിന്
ചുറ്റുള്ള ഈ ക്യാബിൻ കാര്യങ്ങൾ നോക്കാം. ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്. കൂടാതെ എടുത്തു പറയേണ്ട സാധനം ഇവിടെ കണ്ടോ, ഇവിടെ ഈ സ്റ്റിച്ചിങ് കാര്യങ്ങൾ ഇതൊക്കെ കസ്റ്റമൈസ്ഡ് വന്നതാണ്. സാധാരണ പോളോ ഒരു പ്ലാസ്റ്റിക്കാണ് വരാറ്. ഇവിടെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡിൽ നമുക്ക് കിട്ടാവുന്നത്. ഇവിടെ 2 കൺട്രോൾസ് വരുന്നുണ്ട്. ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. 80,184 കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ സ്വിച്ചും കാര്യങ്ങളും നോക്കിയേക്കാം, വിശാലമായിട്ട് ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. അതേപോലെ ഇവിടെ ഗിയർ നോബ് നോക്കാം. ഗിയർ നോബ് നമ്മൾ സാധാരണ പോളോയിലും വെൻറ്റോയിലൊക്കെ ഉണ്ടെങ്കിൽ സെയിം ഗിയർ നോബും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പസാറ്റിൽ വന്നേക്കുന്ന സീറ്റ്സ് നോക്കാം. തൈ സപ്പോർട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. മെറ്റീരിയൽ നോക്കാം. മെറ്റീരിയലും മൾട്ടി സ്റ്റിച്ചിങ്ങിൽ വന്നേക്കണം, നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. റൂഫും ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. പ്രശ്നങ്ങളും കാര്യങ്ങളും നല്ല അടിപൊളി. ഇവിടെ നമുക്ക് ആംറസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡ് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങൾ നോക്കാം. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തേക്കാണ്. അതേപോലെ സീറ്റ്സ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ Volkswagen പസാറ്റിൻ്റെ സെയിം സീറ്റ്സാണ് വന്നേക്കണം. അതേപോലെ തന്നെ ഇവിടെ ലെഗ് റൂമും കാര്യങ്ങളും നോക്കിയേക്കാം. ഫ്ലോർ നോക്കാം, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. അതേപോലെ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ലുക്ക് നോക്കാം, ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വേറെ സംഭവം കൂടി കാണിക്കാൻ. അതിന് ശേഷം നമുക്ക് എഞ്ചിനിലേക്ക് പോയേക്കാം. കസ്റ്റമൈസ്ഡ് ടെയിൽ ലാമ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആണ്. സാധാരണ പോളോയിൽ വന്നേക്കാളും വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻസൈഡ് നോക്കിയാൽ മനസ്സിലാവും. കസ്റ്റമൈസ്ഡ് ടെയിൽ ലാമ്പ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്യാം. ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ Volkswagen POLO GT TSIയുടെ എൻജിൻ ഭാഗം. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, പെട്രോൾ എഞ്ചിനിൽ വന്നേക്കുന്ന വാഹനമാണ്. അതുകൂടാതെ തന്നെ വാഹനത്തിൻ്റെ ക്വാളിറ്റി നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് കേട്ടോ. പെർഫെക്ഷനോട് തന്നെ ഇരിക്കുന്ന ആ ഒരു സൗണ്ടും കാര്യങ്ങളും. അതുകൂടാതെ തന്നെ ഈ വാഹനത്തിൻ്റെ ഇൻ ആൻഡ് ഔട്ട് നോക്കാം. ഇതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഞാൻ വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വിശദമായിട്ട് നോക്കാവുന്നതാണ്. അതേപോലെ ലിഡും കൂടി നോക്കാം. ലിഡിൽ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ചെയ്യാം. ഉണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ലിഡ്. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു TSIയുടെ ആ ഒരു എൻജിൻ ഭാഗം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. ബൂട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യണം. കണ്ടോ, ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ POLO GT TSIയുടെ ബൂട്ടൊക്കെ ഞാൻ എപ്പോഴും കാണിക്കാറുള്ള പോലെ തന്നെ ഭയങ്കര വിശാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ബൂട്ട് സ്പേഷ്യസ് കാര്യങ്ങൾ പോയേക്കണം. പിന്നെ നമ്മൾ ഷോറൂമിൽ കാണുന്ന ഒരു വാഹനത്തിന് സെയിം ക്വാളിറ്റിയാണ്. ഒരു രീതിയിലുള്ള ചെറിയ അഴുക്കോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് കിട്ടാനില്ല. അതുപോലെ സ്പെയർ വീൽ നോക്കാം. സ്പെയർ വീൽ അൺടച്ചഡ് ആണ്. നല്ല 100% ടിപ്പ് നമുക്ക് പറയാം. അതേപോലെ ഈ ക്യാബിൻ നോക്കാം. ക്യാബിനും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ ലിഡും കൂടി നോക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ഡെൻറ്റോ പാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ചെയ്യാം. ക്യാമറ വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ വിശദമായിട്ട് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ ലോവർ പാർട്ട് കൂടി നോക്കിയേക്കാം. കേട്ടോ, അപ്പോൾ ഇതാണ് ഈ ഒരു POLO GT TSIയുടെ ഫുൾ വ്യൂ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. അപ്പോൾ വാഹനത്തിൻ്റെ ഫുൾ വ്യൂ കണ്ടു കഴിഞ്ഞ് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടക്കുന്നതൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 6.95 lakhs ആണ്. 6,95,000 ആസ്കിംഗ് പ്രൈസ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും. സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ ഇത്രയും ബോഡി കിറ്റ് കയറ്റിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് എടുക്കുകയാണെന്നെങ്കിൽ അത് ലാഭമാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ലോൺ വേണമെങ്കിൽ ലോൺ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമ്മൾ സബ്സ്ക്രൈബ് എടുത്ത് വന്നേക്കാം. ചെറിയ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങളായിട്ട് അതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, ടേക്ക് കെയർ.